പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നെന്നും കൃഷ്ണൻ അടുത്തു വാങ്ങി കണി കാണാം. അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട്. അമ്മ ആരെയാ തൊഴുത് കാണിച്ചേ? അച്ഛാ ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. അമ്മ ഒരു ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വിഷു എല്ലാവർക്കും നല്ലൊരു തുടക്കമായി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ദിവസത്തിൽ ഞാൻ എന്ത് പറഞ്ഞൊരു വീഡിയോ ഇടും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ആദ്യം ഞാൻ ഓർത്ത് കുറേ കുക്കിംഗ് വീഡിയോ ഇട്ടാലോ, എന്തെങ്കിലും പായസം ഓൾറെഡി ഇവിടെ വെച്ചു. പിന്നെ ഞാൻ ഓർത്തു അതിനുള്ളൊരു സമയം കിട്ടിയില്ല. പിന്നെ എന്താണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് ഓർത്തപ്പം ഭഗവാന്റെ ഒരു കോട്ട്, ഞാൻ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു കോട്ട്, അതേപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആ കോട്ട് എന്താണെന്ന് വെച്ചാൽ, ദ മൈൻഡ് ഈസ് എവറിത്തിങ്, വാട്ട് യു തിങ്ക് യു ബിക്കം. അതായത് നമ്മുടെ മനസ്സാണ് എല്ലാം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, നമ്മൾ എന്തിനെ പറ്റിയാണ് കൂടുതലായിട്ട് ഓർക്കുന്നത്, അത് നമ്മളായി തീരും. ഈ പറഞ്ഞ വാചകം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിത അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ എപ്പോഴും ഓർക്കും, എനിക്ക് എന്താ ഇങ്ങനെ എപ്പോഴും വിഷമങ്ങൾ, എന്താണ് എനിക്ക് അങ്ങനെ. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടിയ പോസിറ്റീവ് സൈഡ്സിനെ കുറിച്ചോ എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ പറ്റിയോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ വേദനകൾ, എനിക്ക് എപ്പോഴും എന്താ ഇങ്ങനെ വേദന എന്നേ ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എപ്പോഴും ചിന്തിക്കുകയുള്ളായിരുന്നു. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഒരുപാട്, അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. എപ്പോഴും സന്തോഷങ്ങളും ബ്ലെസ്സിങ്സും മാത്രമായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഒരുപാട് സങ്കടങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഭഗവാൻ അപ്പുറത്ത് തരും. പക്ഷെ ഞാൻ എപ്പോഴും അതിനെപ്പറ്റി, എൻ്റെ സങ്കടങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സങ്കടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. സങ്കടങ്ങളാണ് ഞാൻ കൂടുതലും എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിഷ്വലൈസേഷൻ, ഈ ഭഗവത്ഗീതയിലെ കോട്ട്സ് ഒരു പരിധിവരെ സയൻറ്റിഫിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിഷ്വലൈസേഷൻ എന്നെ പറ്റി കൂടുതലായിട്ട് ഞാൻ അറിയാനും വായിക്കാനും വീഡിയോസ് കാണാനും തുടങ്ങിയതിന് ശേഷം ഞാൻ എനിക്ക് കിട്ടിയ പോസിറ്റീവ്സ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കൊരു സൈഡിലുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എപ്പോഴും എൻ്റെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. നെഗറ്റീവ്സ് വരും, ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഞാൻ മനഃപൂർവ്വം ഡീവിയേറ്റ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളൊരു സന്തോഷം, അത് മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് സന്തോഷം തന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലൈഫാണ്, അത് വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമുക്കായിട്ടൊരു സന്തോഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു നമ്മുടെ ഒരു ഇന്നർ സെൽഫിനെ നമുക്ക് തോന്നിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് അറിയില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക, എനിക്ക് ഇത്രയും ബ്ലെസ്സിങ്സ് കിട്ടിയല്ലോ, അയ്യോ എനിക്ക് അത് നന്നായിട്ട് വന്നല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ബ്ലെസ്സിങ്സും പിന്നെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൈൻഡിൻ്റെ പവറായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എപ്പോഴും എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് എന്നിലേക്ക് വരാൻ തുടങ്ങി. അത് ഫിനാൻഷ്യലി ആയാലും മറ്റ് കരിയർ വൈസ് ആയാലും
പഠിക്കാനുള്ള കുറച്ച് എപ്പോഴും പഠിക്കുന്നതെല്ലാം മറന്നു പോവാം, അങ്ങനെ അപ്പോഴും ഒക്കെ ഞാൻ ചോദിച്ചത് എന്താ എനിക്കിങ്ങനെ. പക്ഷേ വൺസ് ഞാൻ എൻ്റെ മൈൻഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈവൻ ഇഫ് റിവൈസ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ എനിക്ക് ഓർമ്മ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും എനിക്കതിലൊരു പോസിറ്റീവ് മാറ്റം ഫീൽ ചെയ്തു. അപ്പം നിങ്ങളും ഈ ഒരു പ്രാക്ടീസ് ഓൺ എ സഡൻ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇത് പോസിബിൾ അല്ല, പക്ഷേ പതുക്കെ നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഭഗവാന്റെ ഈ ഒരു വാക്കുകൾ. കാരണം ഇറ്റ്സ് എ സയൻസ്. അതുപോലെ നമ്മളെപ്പോഴും നമ്മളെ വെൽ ഡ്രസ്ഡ് ആയിട്ട്, ഞാനാണെങ്കിൽ എപ്പോഴും ലൈക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാതെ വാലകൂലം നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ അതിലും ഐ ഫെൽ സം നെഗറ്റീവ്. കാരണം നമ്മളെപ്പോഴും നമ്മളെ നന്നായി പ്രസൻറ്റ് ചെയ്യുക, നമ്മളെപ്പോഴും നമ്മളെ നന്നായി നോക്കുക. എനിക്ക് ഇപ്പോൾ കൊളാബായിട്ടാണെങ്കിലും അല്ലാതെയും ഒക്കെ ഒത്തിരി നല്ല ഡ്രസ്സുകളുണ്ടെങ്കിൽ പോലും ഞാനൊരു അങ്ങനെ ഒരു ഭയങ്കര എന്നെ വെൽ ഡ്രസ്ഡായിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാറില്ലായിരുന്നു. ജസ്റ്റ് കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ട് നടക്കും. പക്ഷേ വൺസ് ഐ ചേഞ്ച് ദാറ്റ് ആറ്റിറ്റ്യൂഡ്, ഞാനിപ്പോൾ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നല്ല ഡ്രസ്സുകൾ ഇടുന്നുണ്ട്. ഐ സ്റ്റാർട്ടഡ് എന്താ പറയുക, കുറച്ച് നന്നായിട്ട് ഒരുങ്ങാൻ തുടങ്ങി. ഞാൻ ഒരുങ്ങത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്ത ഒരു പോസിറ്റിവിസം എന്ന് പറയുന്നത് ചില്ലറയല്ല. സോ അത് വൺസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ തന്നെ ഭയങ്കര അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിരുന്നാൽ യെസ്, നമുക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഉള്ളതിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടും അതുപോലെ എപ്പോഴും നമ്മളെ തന്നെ നമുക്ക് ഉള്ളത് വെച്ച് നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ വീണ്ടും നമ്മൾ ബെസ്റ്റ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ്സ് എ ഫാക്ട്, യു മസ്റ്റ് ട്രൈ. അപ്പം ഇത് എല്ലാവരും ഈ ഒരു പോസിറ്റിവിസം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വിഷു ദിനത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒന്നായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.